ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നന്നാക്കണ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആയിട്ടാണ്. വെച്ചാൽ കുറേ പേർക്കൊന്നും ഇതെങ്ങനെ ഈ മിസിസ് ബ്രൗസറും മെറ്റാമാസ്കൊന്നും ഉപയോഗിക്കേണ്ട എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്സ് ചെയ്യാൻ വേണ്ടി ഈ 2 സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല അവർക്ക്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ് ബിഗിനേഴ്സിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, സ്കിപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഫുള്ളും കാണാം. അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ അതിന് വേണ്ട മെയിൻ സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസിസ് ബ്രൗസറും പിന്നെ മെറ്റാമാസ്കുമാണ്. അപ്പോൾ അതിന് നിങ്ങളത് പ്ലേ സ്റ്റോറിൽ പോയി അതിന് ഡൗൺലോഡ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റാമാസ്ക് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് മെറ്റാമാസ്ക്. ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്യണം ആദ്യം തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിസിസ് ബ്രൗസർ ഉണ്ട്, മിസിസ് ബ്രൗസർ. അപ്പോൾ ഗൈസ്, ഇതാണ് മിസിസ് ബ്രൗസർ. ഇത് രണ്ടും നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യണം. മെറ്റാമാസ്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വേറൊരു ഫോണിലാണ് കാണിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ആദ്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് അടിക്കുക എന്നിട്ടുണ്ട് ക്രിയേറ്റ് വാലറ്റ് അടിക്കുക. ക്രിയേറ്റ് വാലറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ടിക്ക് കൊടുക്കുക. എല്ലാത്തിനും ടിക്ക് കൊടുക്കുക. അതിന് തന്നെ ടിക്ക് കൊടുത്ത് കഴിയുമ്പോൾ പാസ്വേഡ് അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് അടിക്കണം. ക്രിയേറ്റ് പാസ്വേഡ്, നല്ല സെക്യൂരിറ്റി ആയിട്ടുള്ള പാസ്വേഡ് അടിക്കണം, മറന്നു വരുത്. അത് കഴിഞ്ഞിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ച് ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കണം. പക്ഷേ ഇതാണ് കോഡ് ഫ്രേസ്. ഇത് ഒരിക്കലും കളയാൻ പാടില്ല. ഇത് നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതി വെക്കണം. കറക്റ്റ് ആ നമ്പർ ഇട്ടിട്ട് കറക്റ്റായിട്ട് തന്നെ എഴുതി വെക്കണം ബുക്കിനകത്ത്. ഇതായിരിക്കും കാണിച്ചു കൊടുക്കാനും പാടില്ല കേട്ടോ. ഇത് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കോഡ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ അക്കൗണ്ട് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവർക്ക് എടുത്തും കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് എഴുതി വെച്ചത് തന്നെ കറക്റ്റായിട്ട് തന്നെ ഇവിടെ അടിക്കാൻ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് എല്ലാം കറക്റ്റായിട്ട് അടിക്കാണ്ട് കംപ്ലീറ്റ് കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. വേണ്ട, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ. ആ കോഡ് ഫ്രേസ് ഇല്ല ബുക്കിനകത്ത് എഴുതി വെച്ചാൽ അത് ഒരിക്കലും കളയരുത്. അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഫോൺ നശിഞ്ഞു എന്ന് വിചാരിച്ചോ, അപ്പോൾ അത് നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഈ കോഡ് ഫ്രേസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി പിടിച്ച് നിൽക്കുക. അതിൻ്റെ റിവീല് സീക്കർ റിക്കവറി കോഡ് ഉണ്ടാവും. അതിനോട് ചേർക്കിയിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് അടിക്കുക. എന്നിട്ട് വേണ്ട ക്യാൻ ഹെൽപ്പ് യുവും കൊടുക്കുക. പിന്നെ പൊക്കത്ത് യുവർ ബീൻ സ്കാമഡും കൊടുക്കുക. എന്നിട്ട് കൺഫേം അടിക്കുക. അത് നിങ്ങൾ നേരത്തെ അടിച്ച പാസ്വേഡ് ഇല്ല, പാസ്വേഡ് ഒന്നും കൂടെ അടിക്കണം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നെക്കി പിടിക്കുക കുറച്ച് നേരം. പാസ്വേഡ് ചെയ്യുമ്പോൾ നമ്മുടെ റിക്കവറി കോഡില്ലേ നേരത്തെ നമ്മൾ ബുക്കിനകത്ത് എഴുതി വെച്ചാൽ അത് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. കണ്ട, ഇതാണ് നമ്മുടെ അക്കൗണ്ട്. കണ്ട, മെറ്റാമാസ്കിൻ്റെ പിന്നെ അകത്ത് നമുക്ക് ഇനി നമ്മുടെ ക്രിപ്റ്റോസൊക്കെ കയറുമ്പോൾ അത് കാണാൻ പറ്റും. ഇതാണ് വാലറ്റിൻ്റെ അഡ്രസ്സ്. കണ്ട, ഇത് ഇത്രേ ഉള്ളൂ. മെറ്റാമാസ്ക് പണിയാൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ മിസിസ് ബ്രൗസർ ഓപ്പൺ ആക്കാം. മെറ്റാമാസ്കിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ മിസിസ് ബ്രൗസർ ഓപ്പൺ ആക്കുക. എല്ലാം ചെയ്യാനുള്ള മിസിസ് ബ്രൗസറിലാണ്. എന്നിട്ട് നമ്മൾ നിങ്ങളില്ലേ മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നേക്കുന്ന ലിങ്കില്ലേ മെറ്റാമാസ്ക് ക്രോം വെബ് സ്റ്റോർ എന്ന് പറഞ്ഞ് അതെടുക്കുക. എന്നിട്ട് കണ്ട ആഡ് ടു ക്രോം എന്ന് പറഞ്ഞിട്ടുണ്ടോ, ആഡ് ടു ക്രോം. എന്നിട്ട് നിങ്ങൾ വേണ്ട ആഡ് ടു ക്രോമിൽ പിടിച്ച് നിൽക്കുക. വേണ്ട ആഡ് ടു ക്രോമിൽ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു കൺഫർമേഷൻ വരും. അല്ലെങ്കിൽ ഒരു ഓക്കെ കൊടുക്കാൻ വേണ്ടി വരും. കണ്ട, അപ്പോൾ അത് നിങ്ങൾ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആവും തന്നെ. അതുകൊണ്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരും. അവിടെ നിങ്ങൾ ടിക്ക് കൊടുത്തിട്ട് വേണ്ട ഇമ്പോർട്ട് വാലറ്റി പിടിച്ചേക്കണം. ക്രിയേറ്റ് അല്ല, ഇമ്പോർട്ട് വാലറ്റി. നിങ്ങൾ നേരത്തെ ആ കോഡ് ഫ്രേസ് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോപ്പി ചെയ്യാൻ പറഞ്ഞില്ല. അത് നിങ്ങൾ ഇവിടെ അടിക്കണം. അവിടെ എഗ്രി കൊടുത്തിട്ട് അതിവിടെ കോപ്പി ചെയ്താൽ മതി. അവിടെ കണ്ട ഇങ്ങനെ പിടിച്ചേക്കാം. എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. കണ്ട, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് കൺഫേം കൊടുക്കുക. കണ്ട, സീക്കർ റിക്കവറി കോഡ്. എന്നിട്ട് നിങ്ങൾ പുതിയ പാസ്വേഡ് ഇടണം. ഇവിടെ നേരത്തെ ഇട്ടതല്ലേ, ഇവിടെ പുതിയ പാസ്വേഡ് ഇടണം. ഒന്നെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. എന്തെങ്കിലുമൊക്കെ പാസ്വേഡ് ഇട്ടാൽ മതി, മറന്നു പോകാത്തത്. എന്നിട്ട് പാസ്വേഡ് നിങ്ങൾ എന്തെങ്കിലും ഇടാം. പാസ്വേഡ് ഇട്ടിട്ട് വേണ്ട ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഇമ്പോർട്ട് വാല്യൂ കൊടുക്കുക. ഡണ്ണ്, അത്രേ ഉള്ളൂ. നിങ്ങളുടെ നേരത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത മെറ്റാമാസ്ക് അക്കൗണ്ട് ഇവിടെ വരും. ഇങ്ങനെയാണ് ഇമ്പോർട്ട് വാലറ്റ് ചെയ്യണത്. വേണ്ട
ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് മെറ്റാമാസ്ക് മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റെൻഷനിലാണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. മെറ്റാമാസ്ക് ഉണ്ട്, നമ്മുടെ മെറ്റാമാസ്ക് അപ്പോൾ ആഡ് ചെയ്യാറുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയൊന്നും ചെയ്യില്ല. ഇനി എയർ ഡ്രോപ്പ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കിട്ടുന്ന എയർ ഡ്രോപ്പൊക്കെ വാലറ്റ് കണക്റ്റാക്കാൻ വേണ്ടി വരുമല്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ടൊരു ഇത് കണക്റ്റാക്കണത് കാണിച്ചുതരാം. അപ്പോൾ ഉണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു എയർ ഡ്രോപ്പ് ഇപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കണക്റ്റ് വാലറ്റ് എന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ സൈനിങ് ചെയ്യാൻ പറ്റും. മെറ്റാമാസ്ക് കണക്റ്റ് പിടിച്ചേക്കാണ്ട് മെറ്റാമാസ്ക് ഒക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിക്കോളും. ചില സമയത്ത് നമ്മൾ മാനുവലായിട്ട് എടുക്കേണ്ടി വരും, ഓട്ടോമാറ്റിക്കായിട്ടാണ് മിക്കവാറും വരും. അപ്പോൾ നിങ്ങൾ കണക്റ്റ് എടുക്കുക, ഉണ്ടാ വരുമ്പോൾ കണക്റ്റ് എടുക്കുക, അത്രേ ഉള്ളൂ. കണ്ട കണക്റ്റായി. ചിലയിലൊക്കെ ഇങ്ങനെ സൈൻ എന്നും പറഞ്ഞു വരും, ട്രാൻസാക്ഷനൊക്കെ ചെയ്യുമ്പോഴേക്ക് സൈൻ എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതും കൊടുക്കുക. രണ്ട് ഇത് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കത്തൊരു പസിൽ പോലത്തെ ഒരു സാധനം കണ്ട പൊക്കത്ത് ഈ അതിനകത്ത് ഇടിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിലൊക്കെ അപ്പം മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റെൻഷനാണ് കണ്ട, ഇത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ വാലറ്റ് കണ്ട അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ട അഡ്രസ്സ് കോപ്പി ചെയ്യണമെങ്കിൽ അഡ്രസ്സ് കോപ്പി ചെയ്യുക, അങ്ങനെ വേണ്ട. ഇതാണ് നിങ്ങളെ വാലറ്റിൻ്റെ ID. ഇതിനകത്തേക്ക് ഇപ്പോൾ നിങ്ങളെ വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്രിപ്റ്റോ കറൻസീസ് തരണമെങ്കിൽ ഏത് ക്രിപ്റ്റോണ് വേണ്ടത് അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ സെൻഡ് കൊടുക്കുക. പേസ്റ്റ് ആയിട്ട് സെൻഡ് കൊടുക്കണതാണ്. ഇതിനകത്തൊന്നുമില്ല സെൻഡ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി എൻ്റെ ടെസ്റ്റ് നെറ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഗൈസ് വാട്സപ്പ് ചാനലിൽ പിന്നെ മറ്റേ ടെലിഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്തൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ 5 ലൈക്ക് ടാർഗറ്റാണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.